അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടി ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് യാത്ര. അപ്പോൾ യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് പോകുന്ന സ്ഥലത്തെക്കുറിച്ചും ഇതിൻ്റെ വിവരങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നു. നമ്മുടെ വണ്ടിയുടെ പൈലറ്റ് ഇതാ വെള്ളയും ഒക്കെ ഇട്ട് ഇങ്ങനെ ഗെറ്റപ്പിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുൻപോട്ട് പോവുകയാണ്. The shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. അങ്ങനെ ഏലപ്പീടിക എത്തിയിട്ടുണ്ട്. ഏലപ്പീടിക എത്തിയപ്പോൾ അവിടെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. ചെറുതാണെങ്കിലും വളരെ മനോഹരമാണ്. നല്ലൊരു വൈബും ആ തണുപ്പ് കാറ്റും നമ്മുടെ വയനാട്ടിലേക്ക് കയറുകയാണല്ലോ, അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പം രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ വണ്ടി നിർത്താൻ. ഒന്ന് ഈ ചെറിയ വെള്ളച്ചാട്ടവും, മറ്റൊന്ന് നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ അവിടെ വണ്ടി നിർത്തി അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ചായ കുടിച്ചു. അങ്ങനെ ചായ കുടിച്ചു. ഞങ്ങൾ കഴിച്ചത് നമ്മുടെ അരി കൊണ്ടുണ്ടാക്കുന്ന വെല്ലമൊക്കെ വെച്ചിട്ടുണ്ട്. അരി വറുത്ത് പൊടിച്ചിട്ട് ആ അരി ഉണ്ടയാണ് കേട്ടോ. നല്ല മധുരമുള്ള നല്ല ഉണ്ടയായിരുന്നു. അപ്പോൾ ചായ കുടിച്ചിങ്ങനെ ഇറങ്ങിയപ്പോഴാണ് സൈക്ലിംഗ് പോയി വന്ന ഈ ചേട്ടൻ കണ്ടത്. 2-3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ചുരം കയറി ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ചേട്ടൻ കണ്ണൂർ അഞ്ചരക്കൻ്റെ സ്വദേശിയാണ്. ഫസ്റ്റ് ടൈമാണ് സൈക്കിൾ കൊണ്ട് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പോകുന്നൊരു ക്രേസ് ആണോ? ഫസ്റ്റ് ടൈം ആണോ? ആണല്ലേ ചേട്ടന്റെ പേര് ആണോ? ഇപ്പൊ ഇങ്ങോട്ട് പോകുന്ന വയനാട്ടിലേക്കാണോ? ഓ ആണല്ലേ. അങ്ങനെ ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴാണ് നമ്മുടെ നെടുമ്പോയി ചുരത്തിന്റെ ഒരു ചെറിയൊരു ഭാഗത്ത് സൈഡില് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് കിടക്കുന്നത് കാണുന്നത്. ഔഷധ സസ്യ സംരക്ഷണ മേഖല. ഇൻഫാന്റ് ജീസസ് ചർച്ച് ചന്ദനത്തോട്. അവിടുത്തെ നല്ലൊരു ക്ലൈമറ്റ് അല്ലേ. നമുക്ക് വയനാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വയനാട്ടിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു കുളിർമയാണ്. നല്ല തണുപ്പ്, നല്ല കാറ്റ്, എന്താ അറിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വയനാടുകാരുടെ ഒരു ഭാഗ്യമായി കരുതുന്നു. ഞങ്ങൾക്ക് ഏതായാലും അത്രയ്ക്ക് നല്ലൊരു ക്ലൈമറ്റൊന്നും നമുക്കിവിടെ കാണാറില്ല. പക്ഷേ എപ്പോഴും വയനാട്ടിലൊരു അധികം ചൂടോ അങ്ങനെ ഇല്ലാത്തൊരു ക്ലൈമറ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അറിയില്ല കേട്ടോ, കൂടുതൽ വയനാടുകാർക്കല്ലേ അറിയൂ. അങ്ങനെ തേയിലത്തോട്ടം കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി തേയിലത്തോട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. അപ്പോൾ കിച്ചുമൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ്. അമ്മ ഞാനും വരുന്നെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കുറച്ച് മുന്നേ വാങ്ങിയതാണ്. നമ്മൾ പേരിയ എത്തുന്നതിന് മുന്നേ തോന്നുന്നു 2 കുട്ടികൾ വിൽക്കാൻ വന്നതാട്ടോ ഉണ്ണിയപ്പമൊക്കെ. നല്ല ചൂട് ഉണ്ണിയപ്പം. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ അമ്മമാർക്ക് ഒരു താങ്ക്സ് പറയണം. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാമോ? നല്ല ടേസ്റ്റ്, നല്ല നീറ്റായിട്ട് അവർ ചൂടോടെ ഉണ്ടാക്കി അത് നമുക്ക് പാക്ക് ചെയ്ത് അവർ കൊടുത്തു വിടുന്നതാണ് കുട്ടികളുടെ കയ്യിൽ. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മുടെ മുളയരി, അതുപോലെ തന്നെ എന്തൊക്കെ 2-3 തരത്തിലുള്ള പായസമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു ചേച്ചിയും ഒരു ചേട്ടനും കൂടിയാണ് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടോ. ആദ്യം അടിപൊളി സീനറി, അതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ ഷൂട്ട് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ചാടി ഇറങ്ങി ആദ്യം അതൊക്കെ ഷൂട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ചേട്ടൻ്റെയും ചേച്ചിയുടെ അടുത്ത് പോയി. ഞങ്ങൾക്ക് പായസം ഞങ്ങൾ വാങ്ങി കുടിച്ചു. അവിടെ ഒരു സ്പെഷ്യൽ പായസം ഉണ്ടായിരുന്നു കേട്ടോ. വെജിറ്റബിൾസ് പ്ലസ് ഫ്രൂട്ട്സ് കൊണ്ട് മിക്സാക്കി പായസമാക്കിയത് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിള്ളേരും മുള്ളേരിയാണ് കഴിച്ചത്. പിന്നെ അവിടുന്ന് നമ്മുടെ കുപ്പിയിലിട്ട്, നമ്മുടെ എപ്പോഴും നമ്മുടെ കുഞ്ഞിക്കാലം തൊട്ട് നമുക്കൊരു ഫേവറേറ്റ് ആണല്ലോ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട കൈരച്ചക്ക. അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഉപ്പും മുളകും ഒക്കെ ആക്കി കൈരച്ചക്ക ഒരു കുഞ്ഞു കുപ്പിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് വീണ്ടും പണ്ട് തൊട്ടുള്ളൊരു സംശയമായിരുന്നു കേട്ടോ. അതായത് ഞാൻ വയനാട്ടിലാണ് എൻ്റെ ടീച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എന്നും നമ്മൾ ഇരുട്ടിയിൽ നിന്ന് KSRTC ബസ്സിന് പോവാം. അപ്പോൾ ഈ പള്ളി കാണുമ്പോൾ, ഈ തേയിലത്തോട്ടത്തിനിടയ്ക്ക് പള്ളി കാണുമ്പോൾ ഞാൻ ഓർക്കിയത് ഏത് പള്ളിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയാണ് തേയിലത്തോട്ടത്തിൻ്റെ അടുക്ക് അത്രയും ഹൈറ്റിലേക്ക് ഞാൻ പള്ളി നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഈ വയൽ ശ്രദ്ധിച്ചത്. അത് മണ്ണൊക്കെ ഒരുക്കിയിട്ടേക്കാണ് അടുത്ത വിത്തിടാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ കാള ഉപയോഗിച്ചല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇതെല്ലാം യന്ത്രം ഉപയോഗിച്ചാണ് ഇങ്ങനെ ഉഴുതു മറിക്കുന്നത്. ആ ചേറിൻ്റെ മണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞിലെ ഈ കണ്ടവും ഇതൊക്കെ കണ്ട് വളർന്നുകൊണ്ട് ആ ചേറിൻ്റെ മണവും ഇതൊക്കെ ഏതൊക്കെയോ ഓർമ്മകളിലേക്ക് പോയി. അങ്ങനെ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് എൻ്റെ മക്കളെ വണ്ടിയുടെ പുറകിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന പോലെ തോന്നുന്നു, ഒന്ന് ഇളകുന്ന പോലെയൊക്കെ തോന്നുന്നു. എന്നാൽ വണ്ടി ഒന്ന് സൈഡാക്കി നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടയറ് നന്നായിട്ട് മുറിഞ്ഞ പോലെയുണ്ട്. കാരണം ഈ കൽക്കട്ടക്കാരാണ് ഇവർ 2 പേരും. ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഞായറാഴ്ച തന്നെ കടയിലെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചേ. എന്തായാലും ദൈവാനുഗ്രഹം, ഞങ്ങൾക്കൊരു ടയർ കട നമുക്ക് എന്തായാലും അടുത്ത് തന്നെ കണ്ടു കിട്ടി മീനങ്ങാടിക്ക് പോകുന്ന വഴിക്ക്. അങ്ങനെ അവരെ കാണിച്ചപ്പോൾ അവരാ പറഞ്ഞത് ടയറൊക്കെ വയസ്സെന്ന്. ഇവർ കൽക്കട്ടക്കാരാണെന്ന് പറഞ്ഞല്ലോ. 2 പേര് ഷാരിഖ് ഖാൻ്റെ ചോട്ടു, 2 ഭായിമാരെ കിട്ടി. അവർ നമ്മുടെ ചാനലൊക്കെ കൂട്ടാക്കിയിട്ട് അപ്പോൾ തന്നെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നോക്കൂ എന്ത് ഭംഗിയാണ് നോക്കി ആകാശങ്ങൾ. എനിക്കത് കണ്ടപ്പോൾ ഒന്ന് ക്യാമറയിൽ പകർത്താതിരിക്കാൻ തോന്നില്ല. അതുകൊണ്ടാട്ടോ ആ ഒരു മേഘങ്ങളിങ്ങനെ ആ നീല കളറുള്ള ആകാശത്തിന് ഇങ്ങനെ ഇടവിട്ട് ആ മേഘമൊക്കെ കാണുമ്പോൾ നല്ല പ്രത്യേക ഭംഗിയില്ലേ. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഉച്ചയായില്ലോ, വിശക്കാൻ തുടങ്ങി. ചോറ് കഴിക്കാൻ നമ്മൾ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അമ്മ മെസ്സ്. എൻ്റെ മക്കളെ, നിങ്ങൾ മീനങ്ങാടി പോണ വഴിയുണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറൂട്ടോ. ഒരു കൊച്ചു കടയാണ്. അവിടെ അമ്മയും എനിക്കൊന്ന് മോളും ചേട്ടനൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവരുടെ കൈപ്പുണ്യം അയ്യോ അപാരം തന്നെ കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. ഞങ്ങളെല്ലാവരും വയറ് നിറയെ കഴിച്ചു. പിള്ളേരും കഴിച്ചു. പിള്ളേർ ബിരിയാണി കഴിച്ചേ, ഞങ്ങൾ ചോറും കറികളും കഴിച്ചു. അങ്ങനെ വീണ്ടും മുന്നോട്ട് ഞങ്ങൾ ബത്തേരി എത്തിയിട്ടുണ്ട്. അങ്ങനെ ബത്തേരി എത്തി. ബത്തേരിയിൽ നിന്ന് മുന്നോട്ട് ഞങ്ങൾ മുത്തങ്ങ കാടിനടുത്തേക്ക്, മുത്തങ്ങയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്, വനമേഖല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ കണ്ട കാഴ്ചകളാണ് എൻ്റെ മക്കളെ അടിപൊളി. ഞങ്ങൾ ചുരം കയറുമ്പോൾ തന്നെ ഇച്ചാൻ പറയണ്ടേ എനിക്ക് ആനയെ കാണണം, ഒരെണ്ണത്തെങ്കിലും കണ്ടാൽ മതി എന്നൊക്കെ പറയണ്ടായിരുന്നു. എന്തായാലും ഇച്ചാൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തു. 1 2 പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഏതായാലും ഇത് നമുക്ക് ഏകദേശം 10 മിനിറ്റ് ആവാനായില്ലേ, ലെങ്തിയാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ അടുത്ത പാർട്ട് 2 ഇടാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ എവിടേക്ക് പോയി, എന്തായിരുന്നു ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകളെല്ലാം വിശദമായിട്ട്, പിന്നെ ഞങ്ങളുടെ കാട്ടിലെ കാഴ്ചകളും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.